ഇടയ്ക്ക് കൊറേ എന്തൊക്കെയോ തുണി വെക്കി കാണിക്കണു അല്ലാതെ കാണിക്കണു എന്നൊക്കെ. അത് എന്റെ ഇഷ്ടല്ലേടാ ചങ്ങന്മാരെ, അതൊക്കെ എന്റെ ഇഷ്ടല്ലേ. പിന്നെ സംഭവം ശരിയാണ്, പാവാണ്, അതിന്റെ ഇഷ്ടമല്ലടാ ചങ്ങന്മാര്. എന്തിനാണ് ഇങ്ങനെ അതിനെങ്ങനെ ശല്യപ്പെടുത്തുന്നത്? അത് പൊക്കിക്കോട്ടെ, എത്രമാത്രം പൊക്കാൻ പറ്റത്ത് പൊക്കിക്കോട്ടെ. പൊക്കണത് അതിന്റെ ഇഷ്ടല്ലേ. അതിനങ്ങനെ പൊക്കണമെങ്കിൽ പൊക്കണത് നമ്മൾ ഇല്ലാതാക്കണ്ടാണ്. പൊക്കി നടക്കട്ടെ, പൊക്കാൻ ഇഷ്ടമുള്ളവർ പൊക്കട്ടെ എന്ന്, അതിന്റെ ഇഷ്ടല്ലേ. എന്തിനാ നമ്മളത് ഇല്ലാതാക്കുന്നത്? ഉമ്മാനെ പെരണ്ടല്ലി പറഞ്ഞു ഉമ്മാനെ പോലെ. ഉമ്മാന്റെ സ്വഭാവം നന്നെങ്കിൽ ആരും പറയില്ല. പേരക്കുട്ടികൾക്ക് തുണി പൊക്കി കാണിക്കണം ഉമ്മാനെ എനിക്ക് ആവശ്യമില്ല. എന്റെ മോന് 10-16 വയസ്സായിട്ടുണ്ട്. എന്റെ മോൻ ഇവിടെ ഉള്ളപ്പോ മറ്റു ചെറിയ മക്കൾക്ക് തുണി പൊക്കി കാണിച്ചത് എന്റെ മോനുള്ളപ്പോ തുണി പൊക്കി കാണിച്ചാൽ എനിക്കത് പറ്റില്ല. പിന്നെ ഈ വല്യമ്മ പേരക്കുട്ടികൾക്ക് പൊക്കി കാണിച്ചു കൊടുക്കണം, മോള് നാട്ടുകാർക്ക് പൊക്കി കാണിച്ചു കൊടുക്കണം. യൂട്യൂബ് കൂടെ അങ്ങനെ സംഭവം. ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി അടിച്ചു വിട്ടതല്ല, അതായിട്ട് ഇറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് വക്കാലത്തും കൊണ്ട് ആരും ഈ വഴിക്ക് വരരുത്, വക്കാലത്തും കൊണ്ട് വരേ ചെയ്യണ്ട. അത്രയ്ക്ക് പൊള്ളിയിട്ട് നിൽക്കണവരാണെങ്കിൽ ആരവന്മാരാണോ ആർക്കാണോ വേണ്ടത് കൊണ്ടുപോയി നോക്കുക. ഞങ്ങൾക്ക് ആവശ്യമില്ല. തന്നാളെ നമ്മൾ നോക്കിക്കോളും. പക്ഷെ ആ അമ്മ വരില്ലല്ലോ. കൊണ്ടുപോയി നോക്കാൻ പറയാം. ഈ മാത്രല്ലേ പറഞ്ഞോളൂ, ബാക്കിയുള്ള മക്കളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അത്താനെ ആട്ടിവിട്ട് പ്രാന്തന്മാരനെ പോലെ നടക്കുന്നുണ്ട്. അപ്പൊ അത് അള്ളനും ഞങ്ങൾക്ക് ആവശ്യമില്ല, പിന്നെ എനിക്ക് ആവശ്യമില്ല. പിന്നെ പൊള്ളണവർക്ക് പൊള്ളിയിട്ട് അവിടെ നിൽക്കുക ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാല് അടിച്ചിറക്കി വിട്ടു. ആരിറക്കി വിടിച്ചു? തള്ളന്റെ വീട്, തള്ളക്ക് എപ്പോ വേണമെങ്കിലും വരാ പോവാ. ആരും തള്ള വരാത്തത് എന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്തത് എന്റെ മക്കളുടെ മുഖത്ത് നോക്കാൻ എന്താ ഈ കുട്ടീനെയാണ് വെട്ടാൻ നിന്നത്. ഇവന്റെ ഒക്കെ മുഖത്ത് നോക്കണ്ടേ പറഞ്ഞിട്ടാണ്. അനിയത്തിനോട് സുഖമായിട്ട് ജീവിക്കണ്ടല്ലോ. അനിയത്തിന്റെ മക്കളും അനിയത്തിയും എല്ലാവരും കള്ളന്മാരും എന്റെ പൈസയും വാങ്ങിയിട്ട്, പൈസ വാങ്ങിയത് പിന്നെ 1 ലക്ഷം ഉറുപ്പ്യ വാങ്ങിയത് എനിക്ക് 1 ലക്ഷം ഉറുപ്പ്യ വാങ്ങിയിട്ട് സ്റ്റേഷനിൽ നിന്ന് 10,000 ഉറുപ്പ്യ ആദ്യം തന്നു. പിന്നെ പൈസ തരാൻ എന്നിട്ട് അനിയത്തിന്റെ കുട്ടികളൊപ്പല്ലേ ആ ഉമ്മ ജീവിക്കുന്നത്. അവരാരും വെട്ടിയിട്ട് അവരാരും ഇറക്കി വിട്ടിട്ടൊന്നുമില്ലല്ലോ. അവരെ കുട്ടികളൊന്നും ഒരു ഇതാക്കിയിട്ടില്ലല്ലോ, ശല്യപ്പെടുത്തിയിട്ടോ അവരെ നശിപ്പിക്കാനോ അവരെ കൊല്ലാനോ ഒന്നും ശ്രമിച്ചിട്ടില്ലല്ലോ. പിന്നെ അവന് ആ വഴിക്ക് വന്നിട്ടില്ല. അവന്റെ എങ്ങനെ പൈസ പഠിക്കാൻ നന്നായിട്ട് അറിയാം. അപ്പൊ അവന്റെ അനിയനും ബാക്കിയുള്ളവരും ഈ പറയുന്ന എളാമയൊക്കെ കൂടിയിട്ട് അവൻ ഗൾഫ് നാട് കാണാൻ കാരണക്കാരിയായി ഞാനാണ്. എന്റെ പൈസയാണ് കൊടുത്തിരിക്കുന്നത്. ആ പൈസ എന്റെ കയ്യിൽ കിട്ടണവരെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പൊള്ളണ അവന്മാരും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാൻ നോക്കുക. ഇതില് വേറെ കാര്യം കേട്ടോ, ഇതില് ഒരു സത്യം ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട്. ഇതിന് മുമ്പ് ആദ്യം പറഞ്ഞിരുന്നത് റഹൂഫിന്റെ ഒരു ടീമിന്റെ പൈസ ഞാൻ എടുത്തിട്ട് ഇവർക്ക് കൊടുത്തിരുന്നു, ആ ക്യാഷാണ് ഞാൻ ചോദിച്ചിരുന്നു പറഞ്ഞു. അതിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പൊള്ളണ അവന്മാരും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാൻ നോക്കുക. എനിക്ക് ആവശ്യമില്ല. ഞാൻ 2 കൊല്ലം നല്ല അന്തസ്സായിട്ട് നോക്കിയിട്ടുണ്ട്. കേൾക്കണം, ഒരു പെറ്റമ്മ നമുക്ക് ജന്മം തന്ന് നമ്മളെ കയ്യോ കാലോ വളർന്നെന്ന് നോക്കിയിട്ട് നമ്മളെ ഒരു പക്വതെത്തുന്നവരെ ആക്കി നമ്മളെ കെട്ടിച്ച് നമുക്ക് വിദ്യാഭ്യാസം എല്ലാം തന്ന് കെട്ടിച്ചൊക്കെ കൊടുത്തെല്ലാം കഴിഞ്ഞ് ഓക്കെ അവിടെ വരെ നമ്മളെ വളർത്തിയ ഉമ്മാനെ നമ്മൾ 2 കൊല്ലം നോക്കി, 2 വർഷം നോക്കി കണക്കാണ് പറഞ്ഞത്. ആ 2 കൊല്ലം നല്ല അന്തസ്സായിട്ട് ഇവിടെ തിന്നിട്ട് എല്ലിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്റെ മക്കളെ കാണിച്ചതാണ്. അത്ര മാത്രം തിന്നാൻ കൊടുത്തിട്ട് എല്ലിന്റെ ഉള്ളിൽ കുത്തിയിട്ടാണ് പൈസ ചെയ്തിരുന്നത്. അതിന് എനിക്ക് ആവശ്യമില്ല, എന്റെ അനിയത്തിമാരെ എനിക്ക് ആവശ്യമില്ല, എന്റെ ഉമ്മാനെ ആവശ്യമില്ല എന്ന് തന്നെ പറയുള്ളൂ. അപ്പൊ എല്ലാരും കൊണ്ടുവരണ ആദ്യം പറഞ്ഞ് ഉമ്മാനെ മാത്രം കൊണ്ടുപോയിക്കോളിന്ന്. അപ്പൊ അനിയത്തിന് ആവശ്യമില്ല, അനിയത്തിമാരും ആവശ്യമില്ല, ഉമ്മാനും ആവശ്യമില്ല, അനിയത്തിമാരെ മാപ്പിളാരും ആവശ്യമില്ല, മക്കളും ആവശ്യമില്ല. എനിക്ക് 10-15 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലാത്ത ജന്തുക്കളാണ്. തിന്നാനും ഞങ്ങളുടെ കാശ് വാങ്ങി എന്റെ ഇക്കാന്റെ കാശ് വാങ്ങി മുടിപ്പിക്കാനുണ്ടായ ജന്മങ്ങളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ ഈ വീട് എന്ന് പറയുന്നത് തള്ളന്റെ മാത്രം സ്വത്ത് മുതലൊന്നല്ല, എന്റെ അത്താന്റെയും കൂടി പേർക്കുള്ള മുതലാണ്. ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്റെ അത്തയും കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ്. അതുകൊണ്ട് ഈ വീട് എനിക്കും എന്റെ മക്കൾക്കും അവകാശം. ഞാനാണ് ഫസ്റ്റ് ആ തള്ളനെ ഉമ്മാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തള്ളക്ക് അവകാശം, ഈ പറയുന്ന 2 താഴെയുള്ളവന്മാർക്ക് അവകാശമുള്ളൂ. ഞങ്ങൾ വീട് വെക്കുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് വാടകയ്ക്ക് വീടുണ്ട് പറഞ്ഞിട്ട് ഒരുത്തനെ ഞങ്ങൾക്ക് വിളിക്കണ്ട. ഞങ്ങൾക്ക് ആരാണ് ഇതൊക്കെ വിളിക്കണേ? വേറെ പണിയൊന്നും ഇല്ലേ? ഇതിനെങ്ങനെ വിളിച്ചു വെച്ചിട്ടുള്ള സമാധാനം കൂടെ കിടത്തേണ്ട ആവശ്യമുണ്ടോ? വാടകയ്ക്ക് വീടുണ്ട്, വാടക തന്നില്ലെങ്കിലും ഇവിടെ വാന്ന് പറഞ്ഞിട്ട് എന്തിനിങ്ങനെ വിളിക്കണേ? അതവിടെ കിടന്നോട്ടെ. പറയാനുള്ള എന്താന്ന് വെച്ചാല് ഉമ്മാനെ പുറന്തണ്ണി ഉമ്മാനെ ഇതാക്കി പറഞ്ഞോള് നേരാവില്ല. ആണോ? നേരാവണ്ടേ? ഞാൻ എന്റെ മക്കൾ അന്തസ്സായി ജീവിക്കണ്ടേ? ആരൊക്കെ പറഞ്ഞു? ഇത് ഈ അന്തസ്സാവല് 4 ദിവസം കൊണ്ടുള്ള അന്തസ്സാവലല്ല പറഞ്ഞത്. ജീവിതം എന്ന് പറഞ്ഞത് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ
കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജീവിതം ഫുള്ളായെന്ന് പറയാം. നമ്മൾ മരിച്ചു പോകില്ലേ, ആ സമയത്താണ് നമ്മൾ ജീവിച്ച് തീർന്നതെന്ന് പറയാം. ഇനി എവിടെയൊക്കെ എടുക്കുന്നുണ്ട് ഒരുപാട് കുണ്ടും കുഴിയും നിറഞ്ഞതാണ് ജീവിതം. അതൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ പറയുക. അപ്പോൾ അത് സക്രാത്തുൽ മൗത്തിൻ്റെ വലിയ വരില്ലേ, അപ്പം നമ്മൾ പറയാം ഞാൻ അന്തസ്സായി ജീവിച്ച്. അതുവരെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഉമ്മാനെ നോക്കിയില്ല, ഉമ്മാനെ നോക്കാത്തവള്. ഞാനേ എന്റെ കെട്ടിയോൻ മരിച്ചിട്ടേ 2 കൊല്ലം ഇതിന്റെ ഉള്ളില് നക്കിയിട്ട് തുപ്പാൻ വഴിയില്ലാണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന തള്ളിയും തള്ളന്റെ മക്കളൊന്നും അല്ല എനിക്ക് കൊണ്ടു തന്നിരിക്കണേ, എന്റെ ഫ്രണ്ട്സുകളെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അന്നും ഇന്നും എന്റെ ഇക്ക മരിക്കുമ്പോഴും ഇന്നും എന്റെ ഫ്രണ്ട്സുകളാണ് ഇപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നത്. എന്റെ ഫ്രണ്ട്സുകൾ എന്നെ തന്നത്. പിന്നെ എന്നെ കെട്ടിയേറ്റ് കൊണ്ടുപോയി നോക്കി ഞാൻ വയ്യാണ്ടിരിക്കുമ്പോ കൊണ്ടുപോയി നോക്കിയിട്ട് എന്റെ അക്കൗണ്ടിൽ 40,000 50,000 കാശുള്ളതുകൊണ്ട് മാത്രമാണ് കൊണ്ടുപോയി നോക്കി. അപ്പൊ വിചാരിക്കും നിന്റെ അക്കൗണ്ടിൽ എങ്ങനെയാടി ഇങ്ങനെ പൈസ വന്ന്. എന്റെ അക്കൗണ്ടിൽ ഞാനേ അതാണ് ഇത്രയും ഒന്നും ഇല്ലാന്ന് പറഞ്ഞ 5 പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ യാചിച്ച് നിന്നിട്ട് വേദനയിൽ വിഷമത്തിൽ സങ്കടത്തിലൊക്കെ അങ്ങനെ പറഞ്ഞു നിന്ന വ്യക്തിക്ക് 40,000 അപ്പം തന്നെ ബാങ്കിലുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചോദ്യം വരും. പണ്ട് മുതലേ യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഒരാളാണ് ഞാൻ. പണ്ട് മുതലേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഏർണിങ്സ് തന്നെ ഒരു 25,000 സബ്സ്ക്രൈബ് ആയപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് കുറച്ച് ഏർണിങ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ അതാണ് പണ്ട് മുതലേ വെറുതെ തെറ്റിദ്ധരിച്ച് പണ്ട് മുതലേ യൂട്യൂബ് തുടങ്ങിയ ആളാണ്. അതായത് പണ്ട് മുതലേ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളാണ് പാവം. അപ്പോൾ അന്ന് മുതലേ തുടങ്ങിയ ഉടനെ 25K വന്നു. അപ്പോൾ തന്നെ എനിക്ക് തന്നെ ഏർണിങ്സും വന്നു. അതങ്ങനെ ഒരു കുട്ടി ബാങ്കിലാണ് വെച്ചു. ഒരു മാസം വരുന്ന ഏർണിങ്സ് ഞാൻ ചേർത്ത് വെച്ച പൈസയാണ് അവനിക്ക് കൊടുത്ത 1 ലക്ഷം റുപ്യ. അത് പോരാണ്ട് എന്താണ് ഞാൻ ഈ അതാണ് പൈസ, അല്ലാതെ റൌഫ് അയച്ചതല്ല വേറെ പൈസ ഒന്നും അല്ല. ആ പൈസ എന്ന് പറഞ്ഞത് ഇങ്ങനെ കിട്ടിയ പൈസയാണ് അവനെ ഗൾഫിൽ പറഞ്ഞയച്ചത്. തള്ളക്ക് ഉണ്ടാക്കി കൊടുത്ത മുതല് വേറെ ഉള്ളത് ഈ വീട്ടിൽ ഞാൻ എന്താ ചെയ്യാത്തെന്ന് ആ തള്ള പറയട്ടെ. എന്താണ് അനിയത്തിന്റെ മകൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, തള്ള പറയട്ടെ. തള്ളക്ക് ഞാൻ എന്താ ചെയ്തു കൊടുക്കാത്ത. തള്ളന്റെ മക്കൾ ഇവിടെ വന്നിരുന്ന ആരാണ് ചെയ്തു കൊടുക്കുന്നത്, ആരാ ചെയ്യും. 2 കൊല്ലം തള്ള പണിക്ക് പോവാൻ വയ്യാണ്ടും വേറുള്ളതും നോക്കിയിട്ടുണ്ടായിരുന്നേ ഞാനാണ്. അതുപോലെ ഇവിടെ പനിച്ച് 10-15 ദിവസം കടന്നപ്പോഴേ ചത്തിട്ട് കടന്നപ്പോ ഞാനാണ് കൊണ്ടുപോയി വലിച്ചിട്ട് കൊണ്ടുപോയി ഞാനാ നോക്കിയത്. അതിനുള്ള അല്ലാതെ പെറ്റ തള്ളനെ ചികിത്സിക്കാൻ കൊണ്ടുപോയതാണ്. വർണ്ണിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. നല്ല കുട്ടിയാണ്. പെറ്റ തള്ളനെ ചികിത്സിക്കാൻ കൊണ്ടുപോയിരുന്നു. പനിച്ച് കിടന്നപ്പോൾ ഒരു മകൾ ചികിത്സിക്കാൻ കൊണ്ടുപോയതാണ് പബ്ലിക്കിൽ വന്നിട്ട് വിളിച്ചു പറയുന്നത്. ഇത് വീട്ടിലെ സ്വന്തം ഉമ്മാൻ്റെ കാര്യമാണ്. ഈ പ്രശ്നങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പുറത്തേക്ക് കൊണ്ടുവന്നിട്ടതിന് ശേഷമാണ് ജനങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അല്ലാതെ ഇത്രയും കാലം അവർ തമ്മിലുണ്ടായിരുന്ന ഒരു പ്രശ്നം ജനങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇത് അവിടെ ഉമ്മാനോട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഉമ്മാനോട് സംസാരിക്കുന്നതിന് അനിയത്തിമാരോടും സംസാരിക്കുന്നതിന് പകരം നേരെ വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ പിടിച്ചിട്ട് നിന്നിട്ട് നാട്ടുകാരോടാണ് പറഞ്ഞത്. നാട്ടുകാർ അത് കേട്ടപ്പോൾ അതിൽ ഇടപെട്ടു. നാട്ടുകാർ അതിന് അവർക്കായിട്ട് പല നാട്ടുകാരെന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോ മൈൻഡാണ്. പലർക്കും പല ചിന്തകളും പല സ്വഭാവങ്ങളും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അപ്പോൾ അവർ ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോൾ അതിനൊക്കെ നമുക്കൊരു കണ്ടന്റാക്കി എടുത്തിട്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അത് പുറത്തു കൊണ്ടുവന്ന് ഇട്ടിക്കുന്നത്. ഉപകാരം എനിക്ക് തന്നതാണ് ഈ പറയുന്ന തള്ളി അനിയത്തിമാര്. അപ്പൊ വരുമ്പോ ഈ 2 കൊല്ലം ഞാൻ ഈ ഇക്ക മരിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നതിന്റെ ഇടയിൽ വന്ന് 10-15 ദിവസം ഇരുന്നിട്ട് പോകുമ്പോൾ എന്റെയാണ് തിന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് മക്കൾക്ക് ഞാൻ ഉണ്ടാക്കി വെക്കുന്ന സാധനമാണ് തിന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയാനുള്ളത് കൂടെ പിറപ്പുകളല്ലേ അനിയത്തി, അത് തിരിച്ചും സ്നേഹം വേണം. അങ്ങോട്ട് മാത്രം പിടുങ്ങാൻ മാത്രം സ്നേഹം ഉണ്ടായ പോരാ, തിരിച്ച് ഇങ്ങോട്ടും മകൾക്ക് സ്നേഹം അനിയത്തിമാര് സ്നേഹം തന്നാൽ തന്നെ കൂടപ്പിറപ്പുകൾക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരാളുടെ ഒരുത്തന്റെ ചെലവിലല്ല ഞാൻ കഴിയുന്നത്. അതുകൊണ്ട് ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട, വേറുള്ളത് ചെയ്യണ്ട. എനിക്ക് അറിയും എന്താ ചെയ്യേണ്ടത്, എനിക്കറിയാം. ഞാൻ അത് മനസ്സിലാക്കണം. ഒരു മനുഷ്യനും ഉപദേശിക്കാൻ പോകേണ്ട ആവശ്യമില്ല. സാജിദാക്ക് അറിയണമാതിരി നമുക്കാർക്കും അത്ര അങ്ങോട്ട് അറിവുണ്ടാവില്ല. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്, ഒരാളെ ചിലവിൽ നിൽക്കുമ്പോഴേ നമുക്കത് ഉപദേശിക്കേണ്ട ആവശ്യമുള്ളൂ. ചിലവിലല്ലല്ലോ നിൽക്കുന്നത്. സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വ്യക്തിനോട് എന്തിനാ ഉപദേശിക്കേണ്ട ആവശ്യം? അവർക്ക് ആ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് എല്ലാം അറിയും. അനുഭവിച്ചവളുമാർക്കേ അറിയുള്ളൂ. എനിക്ക് എന്റെ ഇക്ക പോയപ്പോൾ ഞാൻ അവിടെ നിങ്ങളുടെ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ ഈ കമന്റ് ഇടുന്ന ആൾക്കാരോ നിങ്ങൾ ഈ തൊലിക്കുന്ന തൊലിച്ചുകൾക്ക് എല്ലാം അറിയാം. എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് എന്റെ കഷ്ടം എനിക്ക് എന്റെ മക്കൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കാൻ വരണ്ട. പിന്നെ അവന്റെ അക്കൗണ്ടിൽ അവൻ വീഡിയോസ് ഇടുന്നതിന്റെ അക്കൗണ്ടിൽ തള്ളനെ കൊണ്ടുവന്ന് തള്ള വരട്ടെ, രംഗത്ത് തള്ള വന്നിട്ട് പറയട്ടെ. ഇല്ലെങ്കിൽ എന്റെ തെളിവുണ്ടേ, ഞാൻ തള്ളക്ക് ചെയ്ത് കൊടുത്തതിന്, ഞാൻ ഗോൾഡ് 17,000 ഗോൾഡ് കൊടുത്തതിനും വേറുള്ളതിനും ഞാൻ ഈ 2 കൊല്ലം ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുള്ള തെളിവൊക്കെ എന്റെ ഫോണ്, ഗൂഗിൾ പേ, അതുപോലെ തന്നെ അവർക്ക് കൊടുത്ത പൈസന്റെ ഗൂഗിൾ പേ 1 ലക്ഷം റുപ്യ കൊടുത്തിട്ട് അവൻ ബാക്കി റെസ്റ്റ് എടുക്കാൻ കൂടെ പോയത് അവന്റെ കൂടെ
കൊച്ചിക്ക് ഞാൻ എയർപോർട്ടിലേക്ക് പോയത് അവന്റെ ഏജന്റ് ഷാജിയേട്ടനാണ്. അയാൾക്ക് പൈസ കൊടുത്തത് അയാളിലേക്കാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. അയാൾക്കാണ് ഞാൻ പൈസ കൊടുത്തത്. ആ പൈസന്റെ കണക്ക് എല്ലാം എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ കൊണയന്മാരുടെ അടുത്ത് എനിക്ക് പറയാമോ എന്നാടാ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ട് ഷാജിനെ എന്ത് ചോദിച്ചത്? തല ചുറ്റണ്. ഇങ്ങനത്തെ ഒരു ചോദ്യം ഇടക്കിടക്ക് ചോദിക്കണ്ടെന്ന് തോന്നുന്നു. ഇന്നാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം കേട്ട്. എന്നാടാ നിങ്ങൾക്കൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടായത്? ഇതാരാന്ന് നോക്കണം. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സുകൾ അഞ്ഞും കയറും. യൂട്യൂബ് ചാനൽ അതാണ് ഷാജിന്റെ തിന്നിട്ടല്ലേ നീ ഗൾഫ് പോയിട്ടുണ്ടായത്. നീ ഗൾഫിലേക്ക് പോണേ ചത്തിട്ട് വന്നിട്ട് ഞാൻ സഹായിച്ചതാണ്. ഞാൻ മുട്ടായി വാങ്ങി തരാത്ത ചവകളാണ്. എന്നിട്ട് എന്റെ അളാമ കഷ്ടപ്പെടുന്നു കണ്ടിട്ട് ആരാന്റെ പാത്രം മോറാൻ പോവല്ലേ. 22, 23 വയസ്സായ ചെക്കന്മാരെയാണ്. എന്നിട്ട് ഒന്നും ചെയ്യില്ലടി ഷാജി എന്ന് പറഞ്ഞ് കരയുമ്പോ ഞാൻ ചെയ്തു കൊടുത്തതാണ് ഉപകാരത്തിന് വേണ്ടിട്ട്. പോയി നേരാവണയിലൂടെ എന്റെ അളാമയാണല്ലോ നേരാവണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്താണ്. അതിന് എനിക്ക് അന്നാക്കിൽ തന്നതാണ് അവന്മാര്. ഈ അവന്മാര് ഈ കൊണയന്മാരൊന്നും അല്ല. താൻ തലനി നോക്കാണ്ടും കിട്ടുന്ന പൈസക്ക് വണ്ടി എടുത്തിട്ടും വേറൊന്നും ചെയ്തിട്ടും ബാക്കിയുള്ളത് ചെയ്തിട്ട് നടക്കുന്ന തെണ്ടികളാണ്. അവന്റെ ഉമ്മ സാക്ഷിയാണ്. അവന്റെ ഉമ്മ പറയുന്ന എന്റെ റെക്കോർഡുണ്ട്. അവന്റെ ഉമ്മ വന്ന് കരയുന്ന റെക്കോർഡുണ്ട്. അപ്പൊ എനിക്ക് അവന്റെ ഉമ്മ എന്താ രംഗത്ത് വരാത്ത? അവന്റെ ഉമ്മയും അവന്റെ മൂത്തുമ്മയും ബാക്കിയുള്ളവരൊക്കെ രംഗത്ത് വരട്ടെ, വന്ന് സംസാരിക്കട്ടെ. എനിക്കെതിരെ വന്ന് സംസാരിക്കട്ടെ. എനിക്കത് കാണണം. ഞാൻ എന്താ ചെയ്യാത്തത്? എന്റെ അളാമി എന്തിനെ കീറി തുണി കൊടുക്കാല്ലാണ്ട് ഞാനാണ് തുണി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനാണ് 2 കൊല്ലം അവർക്ക് ഡ്രസ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാ റബ്ബെ വിളിച്ചു പറയുന്നത്? ഇത്രയും കഴിവുള്ള സാധ്യത എന്തിനൊരാളോട് 5 പൈസ ചോദിക്കേണ്ട ആവശ്യം? ഉമ്മാരെ നോക്കും, അനിയത്തിമാരെ നോക്കും, പിന്നെ അപ്പുറത്തുള്ള കുടുംബക്കാരെ നോക്കും, എലിമാരെ നോക്കും. ആ കുടുംബക്കാരൊക്കെ 2 കൊല്ലത്തോളം പോറ്റി വളർത്തി. ഇതെല്ലാവരും 3-4 കുടുംബം നോക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങളെല്ലാം കണ്ട് ഇങ്ങനെയൊക്കെ പറയും. മക്കളെ പാവണം. അവന്റെ തന്നനെ അതിന് പൈസ ഞാൻ വരുമ്പോ അവന്റെ തന്നനെ പൈസ കൊടുക്കും. ഈ തള്ളന്റെ അളാമ ചോദിക്കുമ്പോ ഞാൻ പൈസ കൊടുക്കും. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് ഇവന്മാര് ഈ കൊണയന്മാരെന്നല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവന്റെ പാത്രം കഴുകാൻ പോണ്ട്. പാത്രം കഴുകാൻ ആരാന്റെ പാത്രം കഴുകാൻ ആരാന്റെ പാത്രം കഴിഞ്ഞ ഇത്ര മോശം? അപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇങ്ങനെ പാത്രം കഴുകാൻ നിൽക്കുന്നത്, ഹോട്ടലുകളിലൊക്കെ സാധാ ഹോട്ടലിൽ പാത്രം കഴുകാൻ നിൽക്കുന്നത്, വീടുകളിലൊക്കെ ജോലിക്ക് വരുന്നതൊക്കെ എത്ര മോശമായിട്ടുള്ള കാര്യം. പാത്രം കഴുകാൻ പോവരുതേ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛക്കൻ ഞാൻ ഗൾഫിലേക്ക് പറഞ്ഞയക്കാൻ കാരണം. എന്നിട്ട് എല്ലാവരും മാറി എന്റെ രംഗത്ത് എന്റെയൊക്കെ മരിച്ചപ്പോൾ ഞാനില്ല ഒരിക്കലും എന്നെ സഹായിച്ചിട്ടില്ല. നമ്മൾ ഉപകാരം മാത്രം ചെയ്തുള്ളൂ. ഇക്കുള്ള കാലത്ത് ആ ചെക്കൻ മൂത്ത ചെക്കൻ അവന്റെ കോയമ്പത്തൂര് നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്റെയൊക്കെ നോക്കിയിട്ടുണ്ട്. അന്ന് അവർക്ക് പൈസ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അവന്മാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്യാത്തത്? 10, 15, 16 കൊല്ലമായിട്ട് ഷാജിന് കെട്ടണോ അന്നസായി എല്ലാം ചെയ്തിട്ടുണ്ട്. അതാണ് 10-15 കൊല്ലത്തോളം അന്തസ്സായിട്ട് മക്കൾ എല്ലാവരും നോക്കിയിട്ടുണ്ട് സാധ്യത. അപ്പോൾ പിന്നെ ഇല്ലാത്ത പറഞ്ഞ് നടക്കേണ്ടല്ലോ ആവശ്യമില്ല. എന്നാൽ ഞാൻ അങ്ങോട്ട് പോയാലോ? എന്നാൽ ശരി, ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും.